MD വാസുദേവൻ നായരുടെ മരണവാർത്ത എത്തിയപ്പോൾ ഏറ്റവും അധികം ആളുകൾ അറിയാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ പഴയകാല ജീവിതത്തെക്കുറിച്ചായിരുന്നു. തന്റെ സിനിമകളിലൂടെയും എഴുത്തിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും ആദ്യ ഭാര്യയെക്കുറിച്ച് പരാമർശിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹവുമായി അടുത്തു നിന്നിരുന്ന ആളുകൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ബോധപൂർവം അദ്ദേഹം മറക്കാൻ ശ്രമിച്ചിരുന്ന കാലം കൂടിയായിരുന്നു അത്. എങ്കിലും അവസാന നാളുകൾ വരെ മൂത്ത മകൾ സിതാരയെ പ്രാണനെ പോലെ അദ്ദേഹം സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അവിചാരിതമായി ജീവിതം തുടങ്ങിയവരായിരുന്നു MT വാസുദേവൻ നായരും സിതാരയുടെ അമ്മ പ്രമീള ദേവിയും. പാലക്കാട് വടവന്നൂരിലെ വലിയ കുടുംബക്കാരായിരുന്നു പ്രമീള ദേവിയുടേത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MGRന്റെ തറവാടായ വലിയ മരുത്തൂർ കുടുംബത്തിലായിരുന്നു പ്രമീളയുടെ ജനനം. അച്ഛൻ വാസുദേവൻ നായർ കോഴിക്കോട് പുതിയറ മൂച്ചിക്കൽ കുടുംബാംഗം. കോഴിക്കോട് ജില്ലാ കോടതിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അമ്മ ദേവി കോഴിക്കോട് BEM സ്കൂൾ, ക്രിസ്ത്യൻ കോളേജ്, മംഗളൂരു സെന്റ് ആഗ്നസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രമീള പഠിച്ചത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അല്പകാലം കോഴിക്കോട് MB ട്യൂട്ടോറിയൽസിൽ ക്ലാസ് എടുത്തിരുന്നു. അവിടെ വെച്ചാണ് MTയുമായി സൗഹൃദത്തിലാവുന്നത്. MDയേക്കാൾ 3 വയസ്സോളം കൂടുതലുണ്ടായിരുന്നു പ്രമീളയ്ക്ക്. പുസ്തകങ്ങളിലൂടെ ആരംഭിച്ച സൗഹൃദമായിരുന്നു MDയുമായി. അത് കൂടുതൽ അടുപ്പത്തിലെത്തി. അന്ന് മാതൃഭൂമിയിൽ ജോലി ചെയ്യുകയായിരുന്നു MD. അതിനിടെയാണ് MTക്ക് പ്രമീളയുടെ ഒരു കത്ത് ലഭിച്ചത്. അമ്മയുമായി വഴക്കാണെന്നും YWCAയിലോ മറ്റോ ഒരു മുറി ഏർപ്പെടുത്തണമെന്നുമായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം. ആ കടലാസ് വലിച്ചു ചീന്തി അപ്പോൾ തന്നെ MD മറുപടി എഴുതി, എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം. അങ്ങനെയാണ് പ്രമീള MDക്ക് അരികിലേക്ക് വന്നത്. അങ്ങനെ MD വീട്ടുടമസ്ഥയ്ക്ക് പ്രമീളയെ പരിചയപ്പെടുത്തിയത് ഇതാണെൻ്റെ ഭാര്യ എന്ന് പറഞ്ഞായിരുന്നു. പിറ്റേന്ന് മുതൽ അപവാദങ്ങൾ പ്രചരിച്ചു, പിന്നാലെ ഉപദേശങ്ങളും. അങ്ങനെ വിവാഹവും ജീവിതവും. പക്ഷേ അതന്ന് രജിസ്റ്റർ പോലും ചെയ്തില്ല എന്നാണ് വിവരം. പ്രമീളയുടെ ഒരു ബന്ധു നൈനിറ്റാളിൽ ജോലി ചെയ്തിരുന്നു. അവിടെയായിരുന്നു മധുവിധു കാലം. അദ്ദേഹത്തിന്റെ അതിഥികളായി MTയും പ്രമീളയും നൈനിറ്റാളിൽ പോയി ഏതാനും ദിവസം കഴിഞ്ഞു. അവിടെ നിന്നും തിരിച്ചു വന്ന ശേഷമാണ് MT മഞ്ഞെഴുതിയത്. അന്ന് MTയുടെ കഥകൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയാണ്. മഞ്ഞ് നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തന സാഹിത്യത്തിലെ ക്ലാസിക്കുകളിലൊന്നായി കരുതുന്നവരുണ്ട്. MTയുടെ നിർമാല്യത്തിന്റെ തിരക്കഥ, നിന്റെ ഓർമ്മയ്ക്ക്, ബന്ധനം, അയൽക്കാർ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം, മതിലുകൾ, T ദാമോദരന്റെ 1921 തിരക്കഥ, PV തമ്പിയുടെ കൃഷ്ണപ്പരുന്ത് തുടങ്ങിയവയും പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. ഗൗതമി എന്ന പെൺകുട്ടി എന്ന ചെറുകഥാ സമാഹാരവും പുറത്തിറക്കി. MTയുടെ അക്കാലത്തെ രചനകളിലെല്ലാം പ്രമീളയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. MTയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയത് പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. കോഴിക്കോട് സെന്റ് വിൻസെന്റ് കോളനി ഗേൾസ് സ്കൂളിലെ അധ്യാപികയായി പ്രമീള ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാമായി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കവെയാണ് MT മദ്യപാനത്തിന് അടിമയാകുന്നത്. അങ്ങനെ ഗുരുതരമായ കരൾ രോഗം വന്ന് അദ്ദേഹം മരണാസന്നനായി ആശുപത്രിയിൽ കിടന്നു നാളുകളോളം. ആയിടയ്ക്കാണ് MT അന്തരിച്ചു എന്ന പേരിൽ തലക്കെട്ടും വാർത്തയും പ്രൊഫൈലുമൊക്കെ തയ്യാറാക്കി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മരണം കാത്തിരുന്നത്. 10-14 വർഷം മാത്രം നീണ്ടു നിന്നതായിരുന്നു ആ ദാമ്പത്യം. വൈകാതെ തന്നെ ആ ബന്ധം തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. പിന്നീട് ആദ്യ ഭാര്യയോട് ദേഷ്യമായിരുന്നു അദ്ദേഹത്തിന്. പല സിനിമകളും അതിലെ ഡയലോഗുകളും പ്രമീള നായരെ വേദനിപ്പിച്ചു, പ്രത്യേകിച്ചും അക്ഷരങ്ങൾ എന്ന സിനിമ. തുടർന്ന് ആ സിനിമയ്ക്ക് മറുപടിയായി പ്രമീള ദേവിയും സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ MTയെ പോലൊരു മഹാമേരുവിനെ പിണക്കാൻ സാധ്യതയുള്ള ഈ പ്രൊജക്റ്റ് ചെയ്യാൻ അന്ന് മലയാള സിനിമയിലുള്ള മുൻനിരക്കാർ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അപ്പോഴേക്കും അവർ മകൾക്കൊപ്പം US പോയിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് സിതാര പഠിച്ചതും വളർന്നതുമെല്ലാം US പിന്നീട് MTയും ആദ്യ ഭാര്യയും കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലാവുകയും ചെയ്തു. പിന്നീട് രോഗബാധിതയായി നീണ്ടകാലം ചികിത്സയിലും പ്രമീള കഴിഞ്ഞു. കോഴിക്കോട് നടകാവിൽ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ വീട്ടിലായിരുന്നു അവസാന കാലം. 1999 നവംബർ 10 പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അവർ മരിച്ചത്.